അപ്പോൾ കുറേ കാലത്ത് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകണം, അനിയന്മാർക്ക് സ്കൂളിലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പോകാൻ വിചാരിച്ചു. വല്ല ഗൾഫിൽ നിന്ന് വന്ന പോലെ 2 തരം ബീഫ് ഉണ്ടാക്കി തന്നെനിക്ക്. പക്ഷെ പിറ്റേന്ന് രാവിലെ എണിച്ചപ്പോൾ ആരെയും കാണാനില്ല. വിളിച്ചിട്ട് ഉറക്കം എണിക്കാത്തതുകൊണ്ട് ഇവിടെ ദോശമാവ് എടുത്ത് വെച്ചവരെല്ലാവരും കല്യാണത്തിന് പോയി. നമുക്കാണെങ്കിൽ ദോശ ചൂടാനും അറിയില്ല. പക്ഷെ പേടിക്കണ്ട ഗൈസ്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആണല്ലോ പറയാറ്. അപ്പോൾ ദോശക്കെല്ലാം എണ്ണയും തേച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ദോശ ചുട്ടോക്കി. അപ്പം ഇതായിരുന്നു ആദ്യത്തെ ചുടലിൻ്റെ അവസ്ഥ. പിന്നീട് ഞാൻ മനസ്സിലാക്കി ദോശക്കെല്ലാം എണ്ണ തേക്കല്ല, വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറെന്ന്. അപ്പം ഇതും കൊള്ളാമല്ലേ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ദോശമാവ് ഇങ്ങനെ ഒഴിച്ച് ശരിയാക്കാൻ നോക്കി. ആൻഡ് ആ ചട്ടിയിൽ ഒട്ടി പിടിച്ചു. അങ്ങനെ ആദ്യത്തെ ജീവിതത്തിൽ എനിക്ക് ദോശനോട് ചെറിയൊരു വെറുപ്പ് തോന്നി. പക്ഷെ എന്നാലും രണ്ടാമത്തെ പിടിച്ചാൽ മൂന്നാമത്തെ ശരിയാവും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി നോക്കി നോക്കാം. നോക്ക് ഗൈസ്, ഇത്രയും ഭംഗിയുള്ള ദോശ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടോ? ആ സന്തോഷത്തിൽ 2 കിലോ നെയ്യ് ഞാൻ ഒഴിച്ചു. മറിച്ചിടലിൻ്റെ കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു, പക്ഷെ അതും സക്സസ്ഫുള്ളി നടന്നു. പിന്നെ ഞാനല്ലേ പ്രോ ഷെഫ് അല്ലേ ആള്. ആ സന്തോഷത്തിൽ പിന്നെ ഞാൻ 2 കിലോ നെയ്യ് അതിലിട്ടു. ചായപ്പൊടി എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ടാങ്ക് അലക്കി കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലക്ഷറിയസ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി രണ്ടാമത്തെ ഹോം അലോൺ പാട്ടും കൂടി വരാണ്ട് അതെന്തായാലും കണ്ടു നോക്കി.